ജ്യോതിഷ ചക്ര ചാനലിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ച രഹസ്യം ജ്യോതിഷത്തിലൂടെ എന്ന തലക്കെട്ടിലൂടെ നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തു വരുന്നുണ്ട്. പല വിഷയങ്ങളെക്കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കേൾക്കുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ധ്യാനത്തിലൂടെയും പഠനങ്ങളിലൂടെയും ലഭിച്ച പല വിഷയങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്യമിക്കുന്നത്. ഇത് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സഹകരണവും ആവശ്യമാണ്. ഇത് കലിയുഗത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഏവർക്കും അറിയാം. മനുഷ്യർ പല വിഷയങ്ങളിലും ഇന്ന് ഊർധ്വഭാഗത്താണ്. ശാസ്ത്രീയമായി വളരെയേറെ മുന്നിൽ വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ഇനിയും വരാനുണ്ട് എന്ന അഭ്യുതകാംക്ഷികളായ മനുഷ്യൻ ഇന്ന് ശാസ്ത്രത്തിലും, അതായത് സയൻസിലും, ഭൂമിശാസ്ത്രത്തിലും, ഗ്രഹങ്ങളുടെ പഠനങ്ങളിലും, അന്യഗ്രഹവാസത്തിന് പോലും മനുഷ്യൻ്റെ വ്യഗ്രതയും പ്രവൃത്തി ചാതുര്യവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ വളർന്നു കഴിഞ്ഞു. പണ്ട് ഋഷീശ്വരന്മാർ തങ്ങളുടെ മനക്കണ്ണുകൊണ്ട്, അതായത് ആത്മജ്ഞാനം കൊണ്ട്, ഒരിടത്തിരുന്നു കൊണ്ട് തന്നെ മറ്റൊരു ദേശത്തിലെ വിശേഷങ്ങൾ അറിയുവാൻ കഴിഞ്ഞിരുന്നു എന്ന് പുരാണങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് എല്ലാവർക്കും ഇവിടെ നിന്നും എവിടേക്കും സംഭവിക്കുന്ന വിഷയങ്ങൾ കാണുവാനും കേൾക്കുവാനും ഉറ്റവരോട് കണ്ട് സംസാരിക്കാനും ഒക്കെ സാധിക്കുന്ന ഡിജിറ്റൽ വേൾഡ് നാം സൃഷ്ടിച്ചു കഴിഞ്ഞു. നാം സൃഷ്ടിക്കുന്ന സാറ്റലൈറ്റുകൾ പ്രപഞ്ചത്തിലെ പല മുന്നറിയിപ്പുകളും വിശേഷങ്ങളും നമുക്ക് അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം വളർന്ന ഈ മനുഷ്യ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതെല്ലാം കാലത്തിൻ്റെ സഞ്ചാരപഥത്തിൽ, കാലചക്രത്തിൻ്റെ തിരച്ചിലിൽ പരിവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതാണ്. ഇനിയും ഉണ്ടാകേണ്ടതാണ്. കാലചക്രം തിരിയുന്നതനുസരിച്ച് ഇത് ഉണ്ടാവുകയും ചെയ്യും. കാലത്തിൻ്റെ ഈ തിരിച്ചറിവിൽ ഇനി ജ്യോതിഷപരമായ ചില വിഷയങ്ങൾ ചിന്തിക്കാം. ജ്യോതിഷം എന്നത് വെറും ഫലപ്രവചനത്തിന് മാത്രം ഉള്ളതാണെന്ന് ജനം വിശ്വസിക്കുന്നു. അല്ല, അതും ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നാം എല്ലാവരും നിത്യജീവിതം നയിക്കുന്നത് ജ്യോതിഷ തത്വങ്ങളിലൂടെയാണ് എന്ന സത്യം ആരറിയുന്നു? എത്ര പേർ അറിയുന്നു? പക്ഷേ അതാണ് സത്യം. പഞ്ചാംഗം എന്ന് പൊതുവേ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ചിലരുടെ കയ്യിലും അതുണ്ടാവാം. എന്താണ് ഈ പഞ്ചാംഗം? വാരം, തിഥി, നക്ഷത്രം, നിത്യയോഗം, കരണം, ഇതാണ് പഞ്ചാംഗത്തിലെ അംഗങ്ങൾ പ്രധാനമായി. എല്ലാവരും ഓരോ വർഷത്തെയും കലണ്ടർ വാങ്ങി ഉപയോഗിക്കുന്നത് സർവ്വസാധാരണമാണ്. കലണ്ടറിൽ എന്താണുള്ളത്? വാരം, ദിവസം, തിഥി, നക്ഷത്രം, വർഷം, മാസം, ഇതൊക്കെയല്ലേ പഞ്ചാംഗത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നവയാണ് ഇവയെല്ലാം. ഈ വർഷവും മാസവും എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കുന്നതാണ്.